ദിശ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് എല്ലാ നക്ഷത്രക്കാരുടെയും ഭാഗ്യ നിറങ്ങളും ഭാഗ്യസംഖ്യകളുമാണ്. അത് ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ജീവിതം മാറാൻ ഉപകരിക്കും. ഭാഗ്യസംഖ്യകളും ഭാഗ്യ നിറവും പ്രയോജനപ്പെടുത്തിയാൽ ജീവിതത്തിൽ വലിയ രീതിയിൽ ജീവിതം മാറ്റാൻ പറ്റും. ഈ ഭാഗ്യ നിറങ്ങൾക്കകത്തൊക്കെ ചില കാര്യങ്ങളുണ്ട്, ഭാഗ്യസംഖ്യകൾക്കകത്തും ഉണ്ട് കാര്യം. കാരണം ഞാനിത് പറയാൻ കാര്യം, എനിക്കറിയാവുന്ന ഒരു ആളുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ആ നക്ഷത്രത്തിന് പറ്റിയ സംഖ്യയാണ് അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ 4 അക്കം തമ്മിൽ നമ്പർ കൂട്ടുമ്പം കിട്ടുന്നത്. അപ്പം അങ്ങനെ വർഷങ്ങളോളം ആ കാർ അദ്ദേഹത്തിന് വലിയ ഭാഗ്യമായിരുന്നു. കാറിൻ്റെ 4 അക്കം തമ്മിൽ കൂട്ടുമ്പം കിട്ടുന്ന ടോട്ടലിനെ ഏകസംഖ്യ ആക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗ്യസംഖ്യയാണ് കിട്ടിയത്. ഭാഗ്യസംഖ്യ എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന നക്ഷത്രവും നിറവും ഉണ്ട്. ആ നക്ഷത്രത്തിന് പറ്റിയ സംഖ്യയാണ് കിട്ടിയത്, നക്ഷത്രത്തിൻ്റെ ഭാഗ്യസംഖ്യ കിട്ടിയത്. വർഷങ്ങളോളം അദ്ദേഹത്തിന് ഒരുപാട് സമ്പത്ത് ഐശ്വര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ കാറ് വിറ്റ് കഴിഞ്ഞു ഇദ്ദേഹം വളരെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയി. അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. നമുക്ക് ഭാഗ്യം തരുന്ന ഓരോ നക്ഷത്രക്കാർക്കും ഭാഗ്യം തരുന്ന ചില നിറങ്ങളുണ്ട്, ചില സംഖ്യകളുണ്ട്. അത് അറിഞ്ഞിരുന്നാൽ ഒരുപാട് ഗുണമുണ്ടാകും ജീവിതത്തിൽ. നമുക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് പല നഷ്ടങ്ങൾ ഒഴിവാക്കാനും പറ്റും. ഇത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ആരും ചെറിയ കാര്യങ്ങളായിട്ട് കാണരുത്. ഞാൻ നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ. അത് മനസ്സിലാക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഒഴിവാക്കാനും സമ്പത്തും ഐശ്വര്യം ഉയർച്ച ഉണ്ടാക്കാനും ആപത്തുകളെ ഒഴിവാക്കാനും സാധിക്കും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് വളരെ കുറച്ച് ആളുകളെ കണ്ടിട്ടുള്ളൂ. പക്ഷെ അത് കാണുന്നവർക്ക് പിന്നീട് ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഒഴിവാക്കാൻ പറ്റും, ദുഃഖിക്കേണ്ടി വരത്തില്ല. അങ്ങനെയുള്ള ചില രഹസ്യങ്ങളാണ്. ആവശ്യമുള്ളവർ കാണുക, ഇതിന് തൊട്ട് മുമ്പിലത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ അത് ഒരു തമാശ പോലൊന്നും വിചാരിക്കരുത്. എൻ്റെ വീഡിയോ അങ്ങനെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഞാൻ അതുപോലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് പിന്നെ എവിടുന്ന് നിങ്ങൾക്ക് കിട്ടത്തില്ല. ഈ പുണർന്ന ഒരാൾ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഗ്രഹനിലയും കയ്യും നോക്കിയിട്ട് പറഞ്ഞു, 4 കൊല്ലങ്ങൾക്ക് ശേഷം സാമ്പത്തികമായി തകരാൻ ഇദ്ദേഹത്തിന് സാധ്യത ഉണ്ട്. സാധ്യതയെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം അങ്ങനെ തകരുമെന്ന് പറയാൻ ഞാൻ ഈശ്വരനല്ല. ആ സാധ്യത ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഇതിലൊന്നും വലിയ വിശ്വാസമില്ലാത്ത ആളാണ്. പക്ഷെ ഞാൻ സത്യസന്ധമായിട്ട് സംസാരിക്കുന്ന അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് എന്നോട് അഭിപ്രായം ചോദിച്ചു, ഞാൻ പറഞ്ഞു. അപ്പോൾ അതിന് പരിഹാരങ്ങളും പറഞ്ഞു. പക്ഷേ പുള്ളി അതൊന്നും ചെയ്യത്തില്ല. പുള്ളിക്ക് താല്പര്യമില്ല യാതൊരു. 4 കൊല്ലം കഴിഞ്ഞപ്പം വീടൊക്കെ വിറ്റ് എന്ന് അദ്ദേഹം വേറെ ഒരു വാടകയ്ക്കൊക്കെയാണ് താമസിക്കുന്നത്. അപ്പോൾ അത് സംഭവിച്ചു. പക്ഷെ എന്നാൽ സംഭവിക്കണം നിർബന്ധമില്ല. നമ്മളത് ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുക. അതുപോലെ നമ്മൾ പരിഹാരത്തിനുള്ള കാര്യങ്ങളും ചെയ്യുക. ഒരിക്കലും സംഭവിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർക്കൊക്കെ അതിൻ്റെ ഗുണം ഉണ്ടാകും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരാൾ വർഷങ്ങൾക്ക് നേരത്തെ എൻ്റെ അടുത്ത് വന്നപ്പം അയാളുടെ കൈരേഖ നോക്കിയപ്പം കൈരേഖ നക്ഷത്രം പരിശോധിച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് വെള്ളത്തിൽ വെച്ച് മരണഭയം ഉണ്ടായിട്ടുണ്ടോ, ആപത്തുണ്ടായിട്ടുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. മരിച്ചു പോകണ്ടായിരുന്നെന്ന് പറഞ്ഞു. എന്നാൽ കുളിക്കാൻ ഇറങ്ങുന്ന ശീലം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അതിനി ഒഴിവാക്കിയത്. ഇന്നും അയാൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ജീവിതത്തിൽ മാറ്റാൻ പറ്റും. ഞാൻ ഇന്നലത്തെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞു, കാർത്തിക, രേവതി, മൂലം, പൂരം ഈ 4 നാളുകാരും തിരുവാതിര നക്ഷത്രവും അത്തവും ഇത്രയും നാളുകാർ തട്ടിപ്പുകളിൽ ചെന്ന് ചാടാൻ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. കാരണം ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടു ഓരോരുത്തർ, സാറേ കാർത്തിക നക്ഷത്രമാണ്, പൈസ വിദേശത്തേക്ക് പോകാൻ കൊടുത്തിട്ട് ഒരു അനക്കമില്ല എന്നൊക്കെ പറഞ്ഞു. വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പരിശ്രമിക്കുക, അന്വേഷിക്കുക, പിന്നെ അതിന് ഉചിതമായ പ്രവർത്തനങ്ങൾ ചെയ്യുക, ഈശ്വരാധീനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. എല്ലാ കാര്യം ശ്രദ്ധിച്ച് ചെയ്താൽ മതി. പിന്നെ പരിഹാരത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഒരു കുഴപ്പമില്ല. അങ്ങനെ ചെയ്തവർക്കൊന്നും ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ നക്ഷത്രങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ജീവിതം മാറ്റി എഴുതുന്ന കാര്യങ്ങളാണ്, ആപത്തുകളെ തടയുന്ന കാര്യങ്ങളാണ്. ലക്ഷങ്ങളുടെ നഷ്ടം ഒഴിവാക്കാൻ നിങ്ങൾക്ക് ഉപകരിക്കും. ആവശ്യമുള്ളവർ മുഴുവൻ കാണുക. ഇനി വീഡിയോയിലേക്ക് വരികയാണ്. ഇത്രയും പറഞ്ഞാലേ അത് നിങ്ങൾക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാകത്തുള്ളൂ. ചുമ്മാ ഈ നക്ഷത്രത്തെക്കുറിച്ച് പറയുന്ന ആളല്ല ഞാൻ. പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഗുണം തരുന്ന കാര്യമാണ്, ഒരാളുടെ ജീവിതം മാറ്റുന്ന കാര്യമാണ്, ഒരാളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ മാറ്റുന്ന, അയാളുടെ കടങ്ങൾ ലക്ഷങ്ങൾ ഉണ്ടാകാതെ ഉപകരിക്കും. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. എല്ലാ നക്ഷത്രക്കാരുടെയും ഭാഗ്യസംഖ്യയും ഭാഗ്യ നിറവും നക്ഷത്രം വെച്ച് പറയുന്നുണ്ട്. അത് ഉപകരിക്കും നിങ്ങൾക്ക്, സംശയമൊന്നും വേണ്ട.
അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയുകയാണ്, നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാ ജ്യോതിഷ, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. താല്പര്യമുള്ളൊരു വാട്സപ്പിൽ മെസ്സേജ് ഇടുക, എന്നിട്ട് റിപ്ലൈ ചെയ്യണം. വാട്സപ്പിൽ മെസ്സേജ് ഇടുക, മെസ്സേജ് ഇട്ട് കഴിയുമ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യും. കാണുന്നവരുടെ ഞാൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ നല്ല കാര്യം മാത്രമേ പറയത്തുള്ളൂ, അറിയാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും മെസ്സേജ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് മെസ്സേജാണ് വരുന്നത്. പറ്റുന്നവർക്ക് മെസ്സേജ് ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് അത് ഞാൻ പറയുന്ന കാര്യങ്ങൾ സ്വീകാര്യമാണെങ്കിൽ വർക്ക് ചെയ്യുക. ഇന്ന് വഴിപാട് ചെയ്താൽ നാളെ ഫലം കിട്ടുമെന്നൊന്നും വിചാരിക്കരുത്. ചിലപ്പോൾ ആവർത്തി ചെയ്യേണ്ടി വരും. നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ, ഏതൊരു സാധാരണക്കാരനും ചെയ്യുന്നത്. നമ്മുടെ പ്രയത്നം കൂടെ അതിൻ്റെ കൂടെ വേണം. ഇതൊക്കെ കേട്ടിട്ട് ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തൊരു ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. സത്യസന്ധമായിട്ട് ഏതൊരു കാര്യം ഞാൻ പറയത്തുള്ളൂ, മനസ്സിലായില്ലേ? അത് ആവശ്യമുള്ളവർ ചെയ്യുക, അത്രേ ഉള്ളൂ, അല്ലാത്തൊരു ചെയ്യണ്ട. ചെയ്താലും സന്തോഷം, ചെയ്തില്ലെങ്കിലും സന്തോഷം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. അതാണ് സാഹചര്യം. കാരണം വാട്സപ്പിലെ വർക്ക് സമയത്തിന് തീരുന്നില്ല, അതുകൊണ്ടാണ്. ഞാൻ ഒരാൾക്കൊരു കാര്യം പറഞ്ഞാൽ അവിടെ സമയമൊന്നും നോക്കാറില്ല, അവിടെ സമയം നോക്കാറില്ല, മറ്റു കാര്യങ്ങളൊന്നും നോക്കാറില്ല. അയാൾക്ക് ഏറ്റവും ഗുണമുണ്ടാകുന്ന കാര്യങ്ങൾ ഹൃദയത്തിൽ നിന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് ആവശ്യമുള്ളവർ അത് ചെയ്യുക, നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ. ഇല്ല അതൊരു ചെയ്യണ്ട, അത്രയേ ഉള്ളൂ. അവരവർ വഴിക്ക് പോയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. അപ്പം ഞാനെല്ലാം പറഞ്ഞുതരാം. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നർപ്പവി നർപ്പവി നർപ്പവി. ഇപ്പം ചിലരെങ്കിലും വിചാരിക്കും, എടാ ഈ ഭാഗ്യനിറത്തിനകത്തൊക്കെ വല്ല കാര്യമുണ്ടോ? ഇതറിയാവുന്നവർ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പല പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളും ഈ സംഖ്യയുടെ രഹസ്യവും നിറങ്ങളുടെയും നക്ഷത്രത്തിൻ്റെ ഒക്കെ രഹസ്യം അറിയാവുന്നവർ പ്രയോജനപ്പെടുത്തി നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവരൊന്നും ആ രഹസ്യങ്ങൾ വെളി പറയാറില്ല. പിന്നെ ഞാൻ അറിയാവുന്ന നല്ല കാര്യം പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയാൽ സ്വീകരിക്കുക, അല്ല തള്ളിക്കളയുക. അതിന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് അനുഭവമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്, നല്ല കാര്യങ്ങളാണ്, ഗുണം മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അശ്വതിയുടെ ഭാഗ്യനിറം ഇളം ചുവപ്പ് നല്ലതാണ്. അശ്വതിക്കാർക്ക് ഇളം ചുവപ്പ് അവർക്കത് ഭാഗ്യം തരുന്നതാണ്. അപ്പം എന്ന് വെച്ചാൽ എപ്പോഴും ഈ ചുവപ്പ് ഇട്ടുകൊണ്ട് നടക്കാനല്ല പറയുന്നത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വല്ലവരും വല്ല ആശുപത്രിയിലും കൊണ്ടാക്കും, അതിലേക്ക് മാനസിക പ്രശ്നം ഉണ്ടെന്ന്. എപ്പോഴും ഇടാനല്ല, ഇടയ്ക്ക് മറ്റു നിറങ്ങൾ ഉപയോഗിക്കാം. പക്ഷെ കൂടുതലായിട്ട് ഈ ഇളം ചുവപ്പ് നിറം ഉപയോഗിക്കണം, അതാണ് അർത്ഥമാക്കുന്നത് കേട്ടോ. അപ്പം അശ്വതി നക്ഷത്രത്തിൻ്റെ ഇളം ചുവപ്പ് നിറം ഭാഗ്യം തരും, സംശയം വേണ്ട. പിന്നെ ഞാൻ എല്ലാ നക്ഷത്രവും സംഖ്യാജ്യോതിഷവും ഹസ്തരേഖയും ഗ്രഹനിലയും പരിശോധിച്ചിട്ട് ഭാഗ്യനിറം പറഞ്ഞു കൊടുത്തവരുണ്ട്. അവർ ആ ഭാഗ്യനിറം തന്നെ ഉപയോഗിക്കുക. പിന്നെ ഈ ഓരോ നക്ഷത്രത്തിൻ്റെ ഭാഗ്യനിറം പറയുന്നുണ്ട്, അതും ഭാഗ്യം നൽകുന്നതാണ്. അതും കൂടി ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഇത് ഈ പറയുന്നത് എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. ഭാഗ്യം തരുന്ന എന്തായാലും കേട്ടോ. അപ്പോൾ അശ്വതി നക്ഷത്രത്തിന് ഇളം ചുവപ്പ് ഭാഗ്യം നൽകുന്നതാണ്. ഭാഗ്യസംഖ്യ 7 എന്നുള്ള സംഖ്യക്ക് ഇവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു സ്വാധീനം കാണും. ചിലപ്പോൾ ഇവരുടെ വണ്ടിയുടെ 4 അക്ക നമ്പർ കൂട്ടിയാൽ ടോട്ടൽ കിട്ടുന്നതിൻ്റെ തുകയോ, അല്ല ഇവരുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് 7 ഒരു സ്വാധീനം കാണും. കേതു എന്ന് പറഞ്ഞ ഗ്രഹത്തിനോ. അത് ഞാൻ പലരുടെയും ജീവിതത്തിൽ പല രീതിയിൽ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ആ 7 എന്നുള്ള ഭാഗ്യസംഖ്യ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം. മനസ്സിലായി? നിങ്ങൾ ആദ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഈ 7 ഏതെങ്കിലും രീതിയിൽ കണക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. നിങ്ങളുടെ ഏതെങ്കിലും നമ്പരോ, അല്ലെ നിങ്ങൾ പഠിച്ചിരുന്നപ്പം നിങ്ങളുടെ നമ്പരോ, അല്ലെ നിങ്ങളുടെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ജനനസംഖ്യയായിട്ട് ബന്ധപ്പെട്ടോ, വിധി സംഖ്യയായിട്ട് ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ 4 അക്ക നമ്പർ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യയോ, ഏതെങ്കിലും രീതി 7 കണക്ട് ആവുന്നുണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അതിനെ പ്രയോജനപ്പെടുത്തണം, ആ വൈബ്രേഷൻ കൂട്ടണം. മനസ്സിലായില്ലേ? 7 നമുക്ക് ആ ഭാഗ്യം തരുന്ന രീതിയിൽ. അതുപോലെ 7, 16, 25 ഈ തീയതികളിൽ നിങ്ങൾ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ചെക്ക് ചെയ്യണം, പുറകോട്ട് പോയി സത്യസന്ധമായിട്ട്. എന്നിട്ട് ആ 7ന്റെ ബന്ധം മനസ്സിലാക്കി അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 7 നിങ്ങൾ കൂടുതൽ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അശ്വതി ഇനിയും ഭരണി നക്ഷത്രത്തിന് കടും ചുവപ്പ് നല്ലതാണ്. കടും ചുവപ്പ് ഭാഗ്യം നൽകുന്നതാണ്. അതുപോലെ 6 എന്ന സംഖ്യയുടെ സ്വാധീനം, ശുക്ര സ്വാധീനം ഇവർക്ക് ഉണ്ട്. 6 എന്ന സംഖ്യ ശുക്രന്റെ സ്വാധീനം. അപ്പം ഇവർക്ക് 6 ഇവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ബന്ധപ്പെടുന്നുണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം. ആ സംഖ്യ എന്ന് വെച്ചാൽ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ പ്രയോജനപ്പെടുത്തേണ്ടത്? 6 ഏതെങ്കിലും രീതി ഇവരുടെ ജീവിതത്തിൽ കണക്ഷൻ ഉണ്ടെങ്കിൽ 6, 15, 24 ഈ തീയതികൾ പ്രയോജനപ്പെടുത്തുക. മനസ്സിലായില്ലേ? അങ്ങനെ ഈ 6ന്റെ സ്വാധീനം കൂട്ടുക എന്നുള്ളതാണ്. 6, 15, 24. ഇപ്പം 6 എന്ന് പറഞ്ഞാൽ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പം കിട്ടുന്ന ടോട്ടലിനെ ഏകസംഖ്യ ആക്കുമ്പോഴും 6 വന്നാൽ അത് 6ന്റെ ഗണത്തിലാണ്. 6, 15, 24 ഇതൊക്കെ 6ന്റെ ഗണത്തിൽ പെടുന്നത് തന്നെയാണ്. 7 പറഞ്ഞെങ്കിലും 7, 16, 27
ഇതൊക്കെ 7ന്റെ ഗണത്തിൽപ്പെടുന്നതാണ്. കൂട്ടുമ്പം 7 വരുന്നത് 7ന്റെ ഗണത്തിൽപ്പെടുന്നതാണ്. കൂട്ടുമ്പോൾ 6 വരുന്നതും ഏകസംഖ്യയാക്കുമ്പോൾ 6 വരുന്നതും 6ന്റെ ഗണത്തിൽപ്പെടുന്നതാണ്. അങ്ങനെ വേണം എല്ലാം ചിന്തിക്കാൻ കേട്ടോ. ഈ പറയുന്നതെല്ലാം അങ്ങനെ തന്നെ. ഇനിയും കാർത്തിക നക്ഷത്രം. ഈ കാർത്തിക നക്ഷത്രത്തിന് വെള്ള നിറം ഭാഗ്യം നൽകുന്നതാണ്. അതുപോലെ തന്നെ 1 എന്ന സംഖ്യ ഇവർക്ക് ഭാഗ്യം നൽകുന്നതാണ്. അപ്പോൾ അത് ആ സംഖ്യ കൂടുതൽ ജീവിതത്തിലേക്ക് നല്ല രീതിയിൽ അതിൻ്റെ വൈബ്രേഷൻ കൊണ്ടുവരാൻ ശ്രമിക്കണം. 1 എന്ന സംഖ്യയുടെ അത് ഒന്നുകിൽ നമുക്ക് പല രീതിയിൽ അത് നമുക്ക് അതിൻ്റെ സ്വാധീനം ചെലുത്താം. ആ സംഖ്യകൾ നമുക്ക് ജീവിതത്തിലേക്ക് വേണമെങ്കിൽ ആ സംഖ്യ ദിവസവും രാവിലെ പേപ്പറിൽ ഒന്ന് എഴുതാം. അല്ലെങ്കിൽ ആ സംഖ്യ അല്ലെ ആ 1, 10, 19, 28 ഈ തീയതികൾ നിങ്ങൾക്ക് നല്ലതായിരുന്നു എങ്കിൽ ആ തീയതിയിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെയാണ് ആ സംഖ്യയെ വൈബ്രേഷൻ കൊണ്ടുവരുന്നത്. അതുപോലെ നമ്മളൊരു വണ്ടിക്ക് നമ്പർ എടുക്കുന്നെങ്കിൽ 4 അക്കം തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ടോട്ടലിനെ ഏകസംഖ്യ ആക്കുമ്പോൾ 1 വരുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ ആ സംഖ്യയുടെ വൈബ്രേഷൻ കൂട്ടാൻ ശ്രമിക്കണം. അപ്പം ഇത് കാർത്തികയുടെയാണ് പറഞ്ഞത്. ഇനിയും രോഹിണി നക്ഷത്രത്തിന് പച്ച നിറം ഭാഗ്യം നൽകുന്നതാണ്. ഭാഗ്യസംഖ്യ 2 എന്ന സംഖ്യ ഭാഗ്യം നൽകുന്നത് തന്നെയാണ്. 2. ഈ രോഹിണി നക്ഷത്രക്കാർക്ക് ആ ചന്ദ്രന്റെ സ്വാധീനമുണ്ട്. കാർത്തിക നക്ഷത്രക്കാർക്ക് സൂര്യന്റെ സ്വാധീനമുണ്ട്. ഭരണിക്ക് ശുക്രന്റെ സ്വാധീനമുണ്ട്. അശ്വതിക്ക് കേതുവിന്റെ സ്വാധീനമുണ്ട്. സംശയം വേണ്ട, അവരുടെ ജീവിതത്തിൽ പല രീതിയിൽ ആ സ്വാധീനം ചെലുത്തും. അപ്പം ഇനി മകയിര നക്ഷത്രത്തിന് വെള്ള നിറം ഭാഗ്യം നൽകുന്നതാണ്. 9 എന്ന സംഖ്യയുടെ സ്വാധീനം ഇവരുടെ ജീവിതത്തിൽ വളരെ അധികം ഭാഗ്യം നൽകുന്നതാണ്. 9ന്റെ സ്വാധീനം. 9 എന്ന് പറഞ്ഞാൽ ചൊവ്വയാണ്. അപ്പം ഇവർക്ക് അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, മകയിരനാൾ ഭദ്രകാളിക്ക് വഴിപാട് ചെയ്യണം എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പം അതും ഒക്കെ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, ഒരു മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ 9 എന്ന സംഖ്യ അവരുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. ഈ സംഖ്യകൾ കൊണ്ടൊരു കളിയുണ്ട്. അത് എനിക്കത് വിശ്വാസം വന്നത് ഞാൻ നിങ്ങളോട് പലപ്പോഴും പറയാറുണ്ട്. എനിക്ക് ഈ പഠിക്കുന്ന സമയത്ത്, ഇപ്പോഴൊന്നുമല്ല, പഠിക്കുന്ന സമയത്ത് കണക്ക് വളരെ താല്പര്യമുള്ളൊരു വിഷയമായിരുന്നു. അത് എൻ്റെ കഴിവല്ല, എന്നെ പഠിപ്പിച്ച അധ്യാപകൻ്റെ കഴിവാണ്. എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കി തന്നുകൊണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നാൽ നിങ്ങൾക്കും അത് താല്പര്യം വരും. അപ്പം എനിക്ക് 10ാം ക്ലാസ്സിൽ കണക്ക് സെക്കൻഡിന് 46 മാർക്കുണ്ടായിരുന്നു. ഫസ്റ്റിന് 35 ഉള്ളായിരുന്നു. സെക്കൻഡിന് 46 മാർക്കുണ്ടായിരുന്നു. ഫസ്റ്റിന് 35, 36 അത്ര ഉണ്ടായിരുന്നു, ശരിക്കും ഓർക്കുന്നില്ല. സെക്കൻഡിന് 46 മാർക്കുണ്ടായിരുന്നു. 46 മാർക്ക് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം 50ൽ 50. കാരണം 5 മാർക്ക്, അര മാർക്കിന് 10 ക്വസ്റ്റ്യന് വേണ്ടി ഒരിക്കലും ഞാൻ സമയം വേസ്റ്റ് ആക്കാറില്ലായിരുന്നു. ഞാൻ 45 മാർക്കിനെ പഠിക്കത്തുള്ളായിരുന്നു. ഈ എ പാർട്ടിന് വലിയ പ്രാധാന്യം കൊടുക്കത്തേ ഇല്ലായിരുന്നു. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഞാൻ ഫുള്ള് കണക്കുകളെല്ലാം ഞാൻ ഫുള്ള് ചെയ്തു. 46 മാർക്ക് ഉണ്ടായിരുന്നു 50ൽ. അപ്പം അത് ഞാൻ കണക്കിൻ്റെ കാര്യമാണ് പറഞ്ഞത്. എന്നെ ആ കണക്ക് പഠിപ്പിച്ച ആ ഒരു അധ്യാപകൻ്റെ എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടാണ്. നിങ്ങൾക്കും പറഞ്ഞു തന്നാൽ നിങ്ങൾക്കും അതുപോലെ പറ്റും. നമുക്ക് അറിവ് മനസ്സിലാക്കി നമ്മൾക്ക് ശരിക്കും ഒരാൾ ഒരു കാര്യം മനസ്സിലാക്കി തന്നാൽ നമുക്കത് പ്രയോജനം ഉണ്ടാകും. അല്ലാതെ എല്ലാവർക്കും ഈശ്വരൻ കഴിവും ബുദ്ധിയും കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ തന്നെ ഈ നാളുകാരെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ആ മനസ്സിലാക്കി തരുന്നവരുടെ ഒരു കഴിവുണ്ട് ഇതിനകത്ത്. എന്നെ പഠിപ്പിച്ച എൻ്റെ അധ്യാപകൻ്റെ കഴിവാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ ബികോമിന് സ്റ്റാറ്റിസ്റ്റിക്സിന് എനിക്ക് 91 മാർക്കും അത് എന്നെ പഠിപ്പിച്ച അധ്യാപകൻ്റെ മിടുക്കാണ്. ഇത് ഞാൻ പറഞ്ഞ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണക്കിനകത്തൊരു കളിയുണ്ട് എപ്പോഴും. എനിക്ക് അങ്ങനെ കണക്കിനോട് താല്പര്യം ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ. ഇപ്പോൾ എല്ലാ ശിവവിദ്യ തന്നെ ചെയ്യുന്നു, വേറെ ഒന്നുമില്ല. ശിവവിദ്യ എന്ന് വെച്ചാൽ 0 എൻ്റെ ശൂന്യതയാണ്. അതാണ് ഇപ്പം ധ്യാനിക്കുന്നത്. ഇപ്പം കണക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പൈതഗോറസിന്റെ ഒരു ഗ്രന്ഥം ഒരിക്കൽ എനിക്ക് വായിക്കാൻ കിട്ടി. താല്പര്യം ഉള്ളതുകൊണ്ട് ഞാനിതൊക്കെ പോയി കണ്ടുപിടിച്ച് വായിക്കും. അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട്. പൈതഗോറസിന്റെ അതിനകത്ത് ഈ സംഖ്യകളുടെ ചില രഹസ്യങ്ങൾ പറയുന്നുണ്ട്. അത് ഞാൻ പലരുടെയും ജീവിതത്തിൽ അത് ചെക്ക് ചെയ്ത് നോക്കി. അങ്ങനെയാണ് എനിക്ക് ഈ സംഖ്യകളെ കുറിച്ച് ഞാനൊരു ഗവേഷണം നടത്തി. ഈ സംഖ്യകൾക്കകത്ത് കാര്യമുണ്ട്. ഞാൻ പലർക്കും കൈരേഖയും ഹസ്തരേഖയും സംഖ്യാദോഷം പരിശോധിക്കുമ്പോൾ ഭാഗ്യസംഖ്യ ഭാഗ്യനിറം പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് തന്നെ ഉപയോഗിച്ചാൽ മതി അവരുടെ ജീവിതത്തിൽ മാറ്റം വരാൻ. പിന്നെ ഈ പൊതുവായിട്ട് പറയുന്നത് അതിൻ്റെ കൂടെ ഉപയോഗിക്കാം നിറമൊക്കെ, അതുകൊണ്ട് ദോഷമൊന്നുമില്ല. അപ്പം ഈ ഭാഗ്യസംഖ്യ തന്നെ ഈ നമ്മുടെ മൊബൈലിൻ്റെയോ നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെയോ ഒക്കെ പാസ്വേഡായിട്ട് ഇട്ടാൽ തന്നെ ഒരുപാട് നമുക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട്. ഇതിനകത്തൊക്കെ ഒരു രഹസ്യങ്ങളുണ്ട്. അല്ലാതെ ഒന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ അതിനെക്കുറിച്ച് അറിയുമ്പോഴേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. അല്ലെ വിചാരിക്കുമോ ഇതൊക്കെ എന്താണ്. അത് ചെയ്യുന്ന പല വലിയ വ്യക്തികളും ഈ സംഖ്യാരഹസ്യങ്ങളും നക്ഷത്രത്തിൻ്റെ രഹസ്യങ്ങളും നിറവും ഇങ്ങനെ ചില ഭാഗ്യങ്ങളുടെ ഒക്കെ അനുഭവങ്ങൾ അറിയാവുന്നവർ തന്നെയാണ്. പക്ഷെ പലരും അത് പറയുന്നില്ലെന്നേ ഉള്ളൂ. പല ഭാഗ്യങ്ങളും പലരെ തേടി വരുന്നതും ഈ ഭാഗ്യനിറം ഭാഗ്യസംഖ്യ ഇതിൻ്റെയൊക്കെ ഒരു ആനുകൂല്യങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്.
അപ്പം തിരുവാതിര നക്ഷത്രം ഭാഗ്യനിറം ഇളം ചുമപ്പാണ്, ഇളം ചുമപ്പൻ. അതുപോലെ 4 എന്ന സംഖ്യ ഇത് ഇവർക്ക് ഭാഗ്യം നൽകുന്നതാണ്. 4ൻ്റെ സ്വാധീനം നല്ലതായിട്ട് പ്രയോജനപ്പെടുത്തുക എന്ന് വെച്ച് ഇപ്പം 4-ലെല്ലാം നല്ല കാര്യങ്ങൾ മാത്രമേ സംഭവിക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, മോശം കാര്യങ്ങളും സംഭവിക്കാം. പക്ഷെ 4 എന്ന സംഖ്യ കൂടുതൽ ഫലപ്രദമായി നമുക്ക് പലപ്പോഴായിട്ട് കൂടുതൽ പ്രയോജനപ്പെടുത്താൻ പറ്റും. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഇത് മുഴുവൻ ഉദ്ദേശിക്കുന്നത്. പുണർന്ന നക്ഷത്രം, ഈ പുണർന്ന നക്ഷത്രക്കാർക്ക് വെള്ള ഭാഗ്യം നൽകുന്നതാണ്. അതുപോലെ 3 എന്ന സംഖ്യ ഭാഗ്യം നൽകുന്നതാണ്. അപ്പോൾ ഈ പുണർന്ന നക്ഷത്രത്തിൽ ബന്ധപ്പെട്ട ഒരാളുടെയാണ് കാറിൻ്റെ 4 അക്കം കൂട്ടുമ്പം കിട്ടുന്ന സംഖ്യ 3-ലായിരുന്നു അവസാനിക്കുന്നത്. ആ കാർ വിറ്റു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരുപാട് സാമ്പത്തിക തകർച്ചയും അധപ്പതനവും ഒക്കെ ഉണ്ടായി. അത് കണ്ട് മനസ്സിലാക്കിയ കാര്യമാണ്. ഞാൻ അന്നും ഗവേഷണങ്ങൾ ഉണ്ടായിരുന്നു, സംഖ്യാജ്യോതിഷവും ഒക്കെ ഞാൻ ഗവേഷണം ചെയ്യുന്നു, അന്നും ഉണ്ടായിരുന്നു ഗവേഷണം. അപ്പം അങ്ങനെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ട ഒരു കാര്യമാണ്. ഇതിനകത്തൊക്കെ ചില കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം, അല്ലാത്തവർക്ക് മനസ്സിലാകണ്ട. ഇതിൽ മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയില്ലെങ്കിലും ഒരു കാര്യം നമ്മൾ നല്ല രീതിയിൽ ജീവിതത്തിൽ സുഖമായിട്ട് മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ ഭാഗ്യം ഉണ്ടാകുക, അതിനുള്ള പ്രായോഗിക ബുദ്ധി പ്രയോഗിക്കുക എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പം അതിനാവശ്യമായത് ചെയ്യുക. എനിക്ക് പല അനുഭവങ്ങളുള്ളതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്, വിശ്വസിക്കുന്നത്. നിങ്ങൾക്കത് അനുഭവം ഉണ്ടെങ്കിൽ വിശ്വസിക്കുക, ഇല്ല വേണ്ട, അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അപ്പം പൂയ നക്ഷത്രം, പൂയമല്ല പുണർതം പറഞ്ഞു വെള്ള ഭാഗ്യ നിറം 3 എന്ന സംഖ്യ പ്രയോജനപ്പെടുത്താം. ഇനി അടുത്ത് പറയുന്ന പൂയ നക്ഷത്രത്തിന് കറുപ്പ് നല്ലതാണ്, നീല നല്ലതാണ്. 8 എന്ന സംഖ്യ പ്രയോജനപ്പെടുത്താം. ഇവർക്ക് ശനി സ്വാധീനമാണ്. 3 പറഞ്ഞാൽ ഇപ്പൊ പുണർതത്തിന് 3 പറഞ്ഞു, അത് വ്യാഴ സ്വാധീനമാണ്. തിരുവാതിരയ്ക്ക് 4 പറഞ്ഞു, അത് രാഹു സ്വാധീനമാണ് കേട്ടോ. ഇനിയും അപ്പൊ ഇത് നമ്മുടെ സാധാരണ പാരമ്പര്യ ജ്യോതിഷത്തിന്റെ ബേസ് ചെയ്താണ്, അല്ലാതെ ഇതിനകത്ത് തമിഴ് സിദ്ധ ജ്യോതിഷത്തിന്റെ വരുന്നില്ല കേട്ടോ. ഇനിയും അടുത്തത് ആയില്യ നക്ഷത്രത്തിന് കറുപ്പ് ഭാഗ്യം നൽകുന്നതാണ്, പച്ച നല്ലതാണ്. അതുപോലെ ബുധന്റെ സ്വാധീനം കൂടുതലാണ്. അതുകൊണ്ട് 5 എന്ന സംഖ്യ ഇവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ ചിലപ്പോൾ സ്വാധീനം ചെലുത്തും. അത് ഇവരുടെ അറിവോട് കൂടി ആണോന്നല്ലേ, 5ന്റെ ഒരു സ്വാധീനം ഏതെങ്കിലും രീതിയിൽ കടന്നു വരാം. ഒന്നുകിൽ ഇവരുമായിട്ട് പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവരെ, അല്ലെ ഇവരുപയോഗിക്കുന്ന ചില ദിവസങ്ങളെ, എങ്ങനെ ആ സ്വാധീനം വരാന്നുള്ളതാണ് 5ന്റെ. അടുത്ത പറയുന്ന മകം നക്ഷത്രം, ഇവർക്ക് പച്ചയും മഞ്ഞയും നല്ലതാണ്. 7 എന്ന സംഖ്യയുടെ സ്വാധീനം ഇവരുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പൂര നക്ഷത്രത്തിന് വെള്ള ഭാഗ്യനിറമാണ്, അത് അനുഭവമുള്ള കാര്യമാണ്. വെള്ള ഭാഗ്യനിറമാണ്, നീലയും ഭാഗ്യനിറമാണ്. 6 എന്ന സംഖ്യ ഇവരുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ശുക്ര സ്വാധീനം വരുന്നുണ്ട് ഇവർക്ക്. മകത്തിനാണെങ്കിൽ പച്ച മഞ്ഞ നിറം ഉപയോഗപ്പെടുത്താൻ 7 കേതു സ്വാധീനം വരുന്നുണ്ട്. ഇനിയും ഉത്തര നക്ഷത്രം, നീല നിറം നല്ലതാണ്, ഓറഞ്ച് നല്ലതാണ്. ഇവർക്ക് 1 എന്ന സംഖ്യയുടെ സ്വാധീനം കൂടുതൽ പ്രയോജനപ്പെടുത്താം, സൂര്യ സ്വാധീനമാണ്. അത്ത നക്ഷത്രക്കാർക്ക് വെള്ള ഭാഗ്യം നൽകുന്നതാണ്. 2 എന്ന സംഖ്യയുടെ സ്വാധീനം കൂടുതൽ പ്രയോജനപ്പെടുത്തിയാൽ കൂടുതൽ ഭാഗ്യങ്ങൾ ഉണ്ടാവും. 2 ചന്ദ്ര സ്വാധീനമാണ്. ഇനിയും ചിത്തിര എന്ന നക്ഷത്രത്തിന് ഓറഞ്ച് നല്ലതാണ്, പച്ച നല്ലതാണ്. 9 എന്ന സംഖ്യ അവരുടെ ജീവിതത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ള ഒരു സംഖ്യയാണ്. അവർക്ക് ജീവിതത്തിൽ അത് 9ന്റെ കണക്ഷൻ വരുന്നുണ്ടെങ്കിൽ സ്വയം നോക്കുക, ജീവിതത്തിലെ കാര്യങ്ങളൊന്ന് സ്വയം മനസ്സിലാക്കുക. 9ന്റെ സ്വാധീനം വരുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് കൂടുതൽ അതിന്റെ വൈബ്രേഷൻ കൂട്ടുക, 9 കൂടുതലായിട്ട് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതിനകത്തൊക്കെ കാര്യമുണ്ട് കേട്ടോ. കാരണം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ വെള്ള നിറം കൂടുതൽ ഉപയോഗിക്കുമായിരുന്നു, നീല ഉപയോഗിക്കുമായിരുന്നു. അതിൻ്റെ നല്ല ഭാഗ്യാനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു കാലത്ത് ഞാൻ പേന എടുത്ത എനിക്കായിരുന്നു ഫസ്റ്റ്, 9ാം ക്ലാസ് വരെ. അന്ന് വെള്ള നിറമായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ കോളേജിൽ വന്നപ്പം പലപ്പോഴും നീല കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോഴും അത് രണ്ടും എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊക്കെ കാര്യമുണ്ട്, ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ പല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഞാനൊരു കാര്യം വെറുതെ പറയത്തില്ലെന്ന് എൻ്റെ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും അറിയാം. അതിൻ്റെ അകത്ത് കാര്യമുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ. ചുമ്മാ ഒരു വീഡിയോ ചെയ്യാറുമില്ല, ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടി ഒന്നും പറയാറുമില്ല. അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. സത്യസന്ധമായിട്ടാണ് പറയുന്നത്. ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കുക, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. എൻ്റെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും അനുഭവങ്ങളും പറയുന്നത്. അപ്പോൾ ഞാൻ എവിടം വരെയാണ് പറഞ്ഞത്? പൂരം പറഞ്ഞു. ഇനിയിപ്പം ഉത്രം പറയാം. ഉത്രത്തിന് നീല ഭാഗ്യം നൽകുന്നതാണ്. അത് ഇളം നീല കൂടുതൽ നല്ലതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഓറഞ്ച് ഭാഗ്യം നൽകുന്നതാണ്. 1 എന്ന സംഖ്യ കൂടുതൽ പ്രയോജനപ്പെടുത്താവുന്നതാണ്, സൂര്യ സ്വാധീനമാണ്.
അത്തം എന്ന നക്ഷത്രക്കാർക്ക് വെള്ള ഭാഗ്യം നൽകുന്നതാണ്. അതുപോലെ 2 എന്ന സംഖ്യ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇവിടം വരെ ഞാൻ പറഞ്ഞായിരുന്നു. ഇനി ചിത്തിരക്കാർക്ക് ഓറഞ്ച് നിറം നല്ലതാണ്. ഓറഞ്ച് നിറം ഭാഗ്യം നൽകുന്നതാണ്. പച്ചയും ഭാഗ്യം നൽകുന്നതാണ്. അത് ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ചില രഹസ്യങ്ങൾ ചിത്തിര ഓറഞ്ചും പച്ചയും നല്ലതാണ്. അത് ഇപ്പം ഇന്നിട്ട ജീവിതം മാറുമെന്നല്ല, പക്ഷെ ജീവിതം മാറും നമ്മളത് കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ. 9 എന്ന സംഖ്യ ചിത്രക്കാർക്ക് ഭാഗ്യം നൽകുന്നതാണ്. ചോദിക്കാർക്ക് പച്ച നല്ലതാണ്. അവർക്ക് 4 എന്ന സംഖ്യ കൂടുതൽ ഭാഗ്യം നൽകുന്നതാണ്. വിശാഖ നക്ഷത്രക്കാർക്കും പച്ച നല്ലതാണ്. അവർക്ക് വെള്ളയും നല്ലതാണ്, ഭാഗ്യം നൽകുന്നതാണ്. അതുപോലെ 3 എന്ന സംഖ്യ ഇവരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നതാണ്. അനിഴ നക്ഷത്രക്കാർക്ക് ചുവപ്പ് നല്ലതാണ്. 8 എന്ന സംഖ്യയും ഇവരുടെ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തുന്നതാണ്. തൃക്കേട്ടക്കാർക്ക് ഓറഞ്ച് നല്ലതാണ്. ഇവർക്ക് 5 എന്ന സംഖ്യയും ഇവരുടെ ജീവിതത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നതാണ്. 5 ബുധൻ കേട്ടോ. അനിഴം പറഞ്ഞ 8 അത് ശനി. വിശാഖം 3 പറഞ്ഞ അത് വ്യാഴം കേട്ടോ, സംഖ്യാജ്യോതിഷം അനുസരിച്ച്. പിന്നെ മൂല നക്ഷത്രക്കാർക്ക് വെള്ള നിറം ഭാഗ്യം നൽകുന്നതാണ്. 7 എന്ന സംഖ്യയുടെ സ്വാധീനം ഇവർക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ്. പൂരാട നക്ഷത്രത്തിന് വെള്ള നിറം ഭാഗ്യം നൽകുന്നതാണ്. 6 എന്ന സംഖ്യയുടെ സ്വാധീനം ഇവർക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഉത്രാട നക്ഷത്രത്തിന് പച്ച ഭാഗ്യം നൽകുന്നതാണ്. ഇവർക്ക് 1 എന്ന സംഖ്യയുടെ സ്വാധീനം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ്. തിരുവോണ നക്ഷത്രത്തിന് നീല ഭാഗ്യം നൽകുന്നതാണ്. ഇവർക്ക് 2 എന്ന സംഖ്യയുടെ സ്വാധീനം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അവിട്ട നക്ഷത്രത്തിന് കടും ചുമപ്പ് നല്ല ഭാഗ്യം നൽകുന്നതാണ്. 9 എന്ന സംഖ്യയുടെ സ്വാധീനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ചതയ നക്ഷത്രത്തിന് മഞ്ഞ ഭാഗ്യം നൽകുന്നതാണ്. 4 എന്ന സംഖ്യയുടെ സ്വാധീനം കൂടുതൽ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആ സംഖ്യയായിട്ട് ബന്ധം വരുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യണം. ഉണ്ടെങ്കിൽ ആ വൈബ്രേഷൻ കൂട്ടുക, അത് കൂടുതലായിട്ട് പ്രയോജനപ്പെടുത്തുക. പറഞ്ഞ് മനസ്സിലായില്ലേ? അപ്പോൾ ഏതെങ്കിലും ഈ സ്വാധീനം വരാൻ സാധ്യത കൂടുതലാണ് ഈ സംഖ്യകൾ ആ നക്ഷത്രക്കാർക്ക്. ഇനിയും പൂരുരുട്ടായ നക്ഷത്രക്കാർക്ക് മഞ്ഞ ഭാഗ്യം നൽകുന്നതാണ്. സ്വർണ്ണ നിറം ഭാഗ്യം നൽകുന്നതാണ്. 3 എന്ന സംഖ്യയുടെ സ്വാധീനം വളരെ ഭാഗ്യം നൽകുന്നതാണ്. 3 വ്യാഴമാണ് കേട്ടോ, സംഖ്യാജ്യോതിഷം അനുസരിച്ച് 3 വ്യാഴമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ചുവപ്പ് ഭാഗ്യം നൽകുന്നതാണ്. പിന്നെ അതുപോലെ മഞ്ഞ നിറം ഭാഗ്യം നൽകുന്നതാണ്. ഇവര് ഉത്രട്ടാതിക്കാർക്ക് ചുവപ്പ് ഭാഗ്യം നൽകുന്ന ഒരു നിറവാണ്. അതുപോലെ മഞ്ഞയും ഭാഗ്യം നൽകുന്നതാണ്. ഇനി രേവതി നക്ഷത്രക്കാർക്ക് മറൂണ് അല്ല റോസ് ഭാഗ്യം നൽകുന്നതാണ്. 7 എന്ന സംഖ്യയുടെ സ്വാധീനവും പ്രയോജനപ്പെടുത്തുന്നതാണ്. ഉത്രട്ടാതിക്കാർക്ക് സംഖ്യ പറയാൻ വിട്ടുപോയി. 8 എന്ന സംഖ്യയുടെ സ്വാധീനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഈ പറഞ്ഞതിൽ ഒരു നക്ഷത്രം വിട്ടുപോകരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. കാരണം ഇടയ്ക്ക് വിട്ടുപോകാം, പറയുന്നുണ്ട് ഇടയ്ക്ക്. പിന്നെ അതായിരിക്കും മെസ്സേജ്, സാറേ എൻ്റെ നക്ഷത്രം മാത്രം പറഞ്ഞില്ല, മനഃപൂർവ്വം ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യത്തില്ല, അറിയാതെ ചിലപ്പോൾ വിട്ടുപോകുന്ന. വിട്ടുപോയിട്ടില്ല എന്നാണ് എൻ്റെ വിചാരം. ഞാൻ ചെറുതായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാ എന്നാലും പറഞ്ഞാൽ ചിലപ്പോൾ വിട്ടുപോകും. മനുഷ്യനല്ലേ, എല്ലാം ഓർത്തിരിക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഇങ്ങനെ നക്ഷത്രങ്ങളുടെയും ഭാഗ്യത്തിൻ്റെയും തമ്മിലൊരു കളി. നക്ഷത്രം, ഭാഗ്യനിറം, ഭാഗ്യസംഖ്യ. ഇനിയും നിങ്ങളുടെ നക്ഷത്രവും ഗ്രഹനിലയും കൈരേഖയും സംഖ്യാജ്യോതിഷവും പരിശോധിച്ച് ഞാൻ ചില ഭാഗ്യസംഖ്യയും ഭാഗ്യനിറമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞവർ അത് തന്നെ ചെയ്യുക. ആ നിറം തന്നെ ഉപയോഗിക്കുക. അതിൻ്റെ കൂടെ ഈ നിറം ഉപയോഗിക്കുന്നതിലും തെറ്റില്ല. ഇതും ഭാഗ്യം നൽകുന്നതാണ് കേട്ടോ. ഇത് സാമാന്യം പൊതുവായിട്ട് എല്ലാവർക്കും പറ്റുന്ന പറഞ്ഞതാണ് കേട്ടോ. ഭാഗ്യം നൽകുന്നത് തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളും. ഇനിയും ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളെ ചോദിച്ച് ഒരുപാട് പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്. ഈ പുണർന്ന നക്ഷത്രം, ചോതി നക്ഷത്രം, അവിട്ട നക്ഷത്രം. ഇനിയും പറയാൻ പോകുന്ന കാര്യം തമിഴ് സിദ്ധ ജ്യോതിഷം അനുസരിച്ച് പിന്നെ DNA ആസ്ട്രോളജി അനുസരിച്ചുള്ള കാര്യം ഇനിയും പറയാൻ പോകുന്നത്. പുണർദം, ചോതി, അവിട്ടം ഈ 3 നാളുകളിൽ ഏതെങ്കിലും ഒന്ന് ഉള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, അല്ലെ നിങ്ങളുടെ വീട്ടിൽ ഈ 3-ൽ ഏതെങ്കിലും ഒരു നാളുള്ളെങ്കിൽ നിങ്ങളത് അറിയുന്നല്ല. ആ വീട്ടിൽ ഒരാളുണ്ടെങ്കിൽ അറിയുന്നല്ല, നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ. അവര് വീട്ടിൽ നിന്നും അവർക്ക് വീട്ടിലാണേലും ഓഫീസിലാണേലും ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് ഈ പഴയ വസ്തുക്കൾ ഇവര് കുറച്ചൊക്കെ കയ്യിൽ സൂക്ഷിക്കണം.
എല്ലാം കുറച്ചൊക്കെ നമ്മൾ ക്ലീൻ ആക്കുമ്പോഴത്ത് കളയുമല്ലോ. പക്ഷെ പഴയ വസ്തുക്കൾ എപ്പോഴും കുറച്ച് ഇവരുടെ കയ്യിലുള്ള നല്ലതാണ്. ഇവർ ശനി സ്വാധീനമാണ് DNA ആസ്ട്രോളജി അനുസരിച്ച്. മനസ്സിലായോ? ഞാനത് പറഞ്ഞുതരാം. അതായത് ഇവരൊരു കട നടത്തുന്നു. അവിടെ കുറച്ചൊക്കെ ഈ മൊത്തവും പുതിയ ഇത് ഭയങ്കരമായിട്ട് കാശ് മുടക്കി ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പം ബിസിനസ്സിൽ പിന്നീട് ഒന്നും അല്ലാതായി പോയവരുണ്ട്. ഈ നക്ഷത്രത്തിൽ വരുന്നവർ ശനി സ്വാധീനം ഉള്ളതുകൊണ്ട് ഇവർ കുറച്ചൊക്കെ ഒരു പഴമ നിലനിർത്താൻ ശ്രമിക്കണം. പഴയ വസ്തുക്കൾ കുറച്ചൊക്കെ ഇവരുടെ കൈ സൂക്ഷിക്കണം. പിന്നെ ആവശ്യമില്ലാത്തതെല്ലാം കളയാം. കുറച്ചെങ്കിലും പഴയ വസ്തുക്കളെ മൊത്തം വിട്ടുകളയരുത് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ബിസിനസ് ഒക്കെ ആണെങ്കിലും ഒരു ഓഫീസൊക്കെ ആണെങ്കിൽ ഫർണിഷ് ചെയ്യുവാണെങ്കിൽ ഇവർ കുറച്ചൊക്കെ പഴയ വസ്തുക്കൾ ഉപയോഗിക്കണം. അതുപോലെ കുറച്ച് ഈ മൊത്തം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കരുത്. കുറച്ചൊരു അലങ്കോലപ്പെട്ടതൊക്കെ ചെറിയ രീതിയിൽ സജ്ജീകരിക്കണം. എന്ന് വെച്ചാൽ ഈ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ശുക്രൻ്റെ ഒരു സ്വാധീനമായി പോകും. ശനിയുടെ ഒരു സ്വാധീനം അവർക്ക് പോസിറ്റീവായിട്ട് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ കുറച്ച്, അതായത് ഒരുപാട് അവിടെ ഓഫീസൊക്കെ വിപുലീകരിക്കാതെ കുറച്ചൊക്കെ ഒരു അലങ്കോലപ്പെട്ടോ അല്ലെ കുറച്ചൊക്കെ ഒരു ഡിസോർഡർ ആയിട്ടോ ചെറിയ രീതിയിൽ, ഒരുപാട് വലിയ രീതിയിലല്ല കിടക്കുന്നത് നല്ലതാണ്. ഇതൊരു രഹസ്യമാണ്. ഇത് ഞാൻ ചില ബിസിനസ്സുകാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവർക്കൊക്കെ ഉപകാരപ്പെട്ടിട്ടുമുണ്ട്. കാരണം എനിക്കിത് നേരിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഈ നക്ഷത്രത്തിൽ വരുന്ന ഒരാൾ അവരുടെ നല്ല ബിസിനസ് ഉള്ളൊരു കടയായിരുന്നു. അന്നത്തെ കാലത്ത് വലിയ ലക്ഷങ്ങൾ മുടക്കി മൊത്തം വലിയ സെറ്റപ്പ് ആക്കിപ്പോയി. അത് കഴിഞ്ഞ പിന്നെ കച്ചവടം പോയി, എല്ലാം പോയി. പുള്ളി വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. പുള്ളി ഈ നക്ഷത്രത്തിൽ 3 നക്ഷത്രത്തിൽ വരുന്ന ഒരാളാണ്. ശനി സ്വാധീനമുള്ള DNA ആസ്ട്രോളജി അനുസരിച്ച്. അപ്പോൾ ശനി എന്ന് പറഞ്ഞാൽ പഴയ വസ്തുക്കളെ, പഴമ, ഇങ്ങനെയുള്ള ചെറിയ രീതിയിൽ നമ്മൾ നിലനിർത്തണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് മനസ്സിലാക്കി ഞാൻ ചില ബിസിനസ് ചെയ്യുന്നവർ ചിലർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അവർക്ക് അതിൻ്റെ ഗുണവും കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ ബിസിനസ് വരുന്നുണ്ട്. ഇതാരും പറഞ്ഞു തരത്തില്ല കേട്ടോ, ഒരാളും പറഞ്ഞു തരത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രയോജനപ്പെടുത്താം, ഇല്ലെങ്കിൽ വേണ്ട, നിങ്ങളുടെ ഇഷ്ടം. ശരിയാന്ന് തോന്നിയാൽ നിങ്ങൾക്ക് സ്വീകരിക്കുക, അല്ലെങ്കിൽ സ്വീകരിക്കുകയും വേണ്ട. എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യമാണ് പറഞ്ഞത്. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണ. ഇതുപോലെ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ഇടുന്ന നാളിനെ കുറിച്ചോ ഏത് വീഡിയോ ആണെങ്കിലും നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അത് മുഴുവൻ കാണാൻ നോക്കണം. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ലക്ഷങ്ങൾ നഷ്ടം ഒഴിവാക്കാനുള്ള കാര്യം കാണും, ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ ഉണ്ടാകാനുള്ള കാര്യം കാണും, ആപത്തുകളെ മാറ്റാനുള്ള കാര്യം കാണും, ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള കാര്യം കാണും. എല്ലാ നല്ല കാര്യങ്ങളും ലളിതമായ ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന ലളിതമായ കാര്യങ്ങളെ പറയത്തുള്ളൂ. സത്യസന്ധമായ കാര്യങ്ങളായിരിക്കും. അല്ലെ വീഡിയോയുടെ ആദ്യം കണ്ടിട്ട് ഇങ്ങനെ വിട്ടരുത്. പിന്നെ 10-20 ലക്ഷമൊക്കെ കടം വന്നു ഒരവസ്ഥയായി കഴിയുമ്പോൾ അയ്യോ ഞാൻ എങ്ങനെ രക്ഷപ്പെടുക എന്ന് ചോദിച്ച് പിന്നെ നടക്കരുത്. ഇത് മുന്നിൽ വരുമ്പോൾ നല്ല കാര്യങ്ങൾ കണ്ടോണം, അത് നേരത്തെ തന്നെ പ്രയോജനപ്പെടുത്തിക്കോണം. അപ്പം നമ്മൾ ആപത്തിലൊന്നും പോയി ചാടത്തില്ല. വലിയ ലക്ഷങ്ങൾ കടത്തിലേക്കൊക്കെ പോകാതെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒരു പൂര നക്ഷത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ ആയിക്കോട്ടെ, അല്ലെ സ്ത്രീയോ പുരുഷനോ ആരും ആയിക്കോട്ടെ, പ്രത്യേകിച്ച് ഒരു സ്ത്രീ എന്ന് തന്നെ വെച്ചു, അല്ലെ ഒരു രേവതി നക്ഷത്രം, അല്ലെ ഒരു പൂരം, രേവതി, ഇതിൽ ഏതെങ്കിലും, അല്ലെ ഒരു കാർത്തിക, മൂലമോ പൂരമോ രേവതിയോ കാർത്തിക ഏതെങ്കിലും നക്ഷത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയാന്ന് വിചാരിച്ചു. അപ്പോൾ അവരുടെ അടുത്ത് അയൽപക്കത്തുള്ള ഒരു സ്ത്രീ വന്നിട്ട് പറയുന്നു, ഞാൻ ഇച്ചിരി സ്വർണ്ണം ഇവിടെ സൂക്ഷിക്കാൻ തരാം, ഞാൻ പറയുമ്പോൾ തന്നാൽ മതി. ഇവർ സൂക്ഷിച്ചെന്ന് വിചാരിച്ചു. കുറെ കഴിയുമ്പോൾ ഇവർ പറയും ഞാൻ തന്നത് ഇതല്ല, ഇതിലും കൂടുതൽ ഉണ്ടായിരുന്നു പറഞ്ഞ് ബഹളം ഉണ്ടാക്കും. അല്ലെങ്കിൽ ഇവരിനി ആർക്കെങ്കിലും സ്വർണം കൊടുക്കുമെന്ന് വിചാരിച്ചു. അത് തിരിച്ചു കിട്ടാൻ ചില ബുദ്ധിമുട്ടായിരിക്കും. അത് വീട്ടുകാരറിഞ്ഞ ഏതൊരു കാര്യം ചെയ്യാവുള്ളൂ. പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പോയി തല വെക്കുകയും ചെയ്തത്. അല്ല ഇവർ ഒരാൾക്ക് മധ്യസ്ഥ എന്ന് ചില പൈസ മേടിച്ചു കൊടുത്തെന്ന് വിചാരിച്ചു, അത് പണിയാകും അവർക്ക്. അപ്പം അതൊക്കെ ശ്രദ്ധിച്ചാൽ വീട്ടിൽ സമാധാനം ഉണ്ടാകും. അതുപോലെ തന്നെ ലക്ഷങ്ങൾ നഷ്ടം ഒഴിവാക്കാം. മാനസികമായിട്ട് വിഷമം അനുഭവിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ നെവരേജോനെ പറഞ്ഞു തരുമ്പോൾ അത് കാണാതെ അതും ഇതുമൊക്കെ കണ്ട് നല്ല കാര്യങ്ങൾ അറിയാതെ പോയാൽ ആർക്ക് പോയി? അവനവന് പോയി, നിങ്ങൾക്ക് തന്നെ പോയി. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ വീഡിയോ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്, ജീവിതത്തിൽ ഒരു കുഴപ്പം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്, ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയാണ്, സാമ്പത്തിക നഷ്ടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. അതൊന്നല്ല 2 തവണ കേട്ടുകൊണ്ടൊന്നും കുഴപ്പമില്ല. ഞാൻ ചില കാര്യങ്ങൾ ചിലപ്പോൾ 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നത് ഒന്നുകൂടെ അത് നിങ്ങളുടെ ഉള്ളിലേക്ക് ചെല്ലാൻ വേണ്ടിയാണ്. ഒരു പ്രാവശ്യം ചില കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചെല്ലും, ഒന്നുകൂടെ ചിലപ്പോൾ പറയുമ്പോൾ അത് ഇച്ചിരി ഉള്ളിലേക്ക് ചെല്ലും. അങ്ങനെ പോകാൻ വേണ്ടിയാണ് പറയുന്നത്. കാരണം ആ ഉള്ളിൽ ചെന്നാലേ അത് ഹൃദയത്തിൽ തട്ടത്തുള്ളൂ. മനസ്സിലായില്ലേ? അതിന് ചില സമയം കളയുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. വലിയ കടക്കണിയെന്നോ വലിയ ആപത്തിയെന്നോ ചില തട്ടിപ്പുകളിൽ പോയി ചാടാതിരിക്കും. മനസ്സിലായില്ലേ? തട്ടിപ്പുകളിൽ പോയി ചാടിയിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ഇതൊക്കെയാണ് ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ്.
ആണുങ്ങളാണേലും പെണ്ണുങ്ങളാണേലും ഈ മാസത്തിൽ ഒരു വെള്ളിയാഴ്ചയെങ്കിലും രാവിലെ ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലിയും ചെമ്പരത്തി മാലയും ചെയ്യണം. നടക്കി വെക്കണം. ചെമ്പരത്തിമാല വെക്കുന്ന ഏറ്റവും നല്ല രക്തപുഷ്പാഞ്ജലിയുടെ കൂടെ. ഈ ചെമ്പരത്തിമാല ചില ശാസ്ത്രത്തിൽ ഇല്ലെങ്കിൽ രക്തപുഷ്പാഞ്ജലിയുടെ കൂടെ ചുവന്ന പൂക്കളും വെള്ളപ്പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യാൻ തിരുമേനോട് പറയുക. ഇത് മാസത്തിൽ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ചെയ്യണം. എന്തിനാണെന്നറിയോ? പല പെൺകുട്ടികളും തട്ടിപ്പുകളിൽ പോയി ചാടുക, തെറ്റായ പ്രേമബന്ധങ്ങളിലെ റിലേഷൻഷിപ്പ് പോയി ചാടുക, പുരുഷന്മാരും അതുപോലെ സാമ്പത്തിക തട്ടിപ്പുകളിൽ പോയി ചാടുക. ഇതൊക്കെ തടുക്കാൻ പറ്റും. ഇതിനൊക്കെ നമ്മൾ ദൈവാധീനമുണ്ട്, ഇതിനകത്തൊന്നും പോയി ചാടത്തില്ല. അതുപോലെ മാസത്തിലെ പക്കനാളിന് സ്ത്രീയോ പുരുഷനോ ആരും ആയിക്കോട്ടെ, ഒരു 3 മാസത്തിലോ അല്ലെ 3 മാസത്തിലെങ്കിലും ഒരിക്കൽ രാവിലെ ഒരു ഗണപതി ഹോമം, വൈകിട്ട് ഭഗവതി സേവയും ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യുക. വലിയ പൈസയൊന്നും ആകത്തില്ല. ദൈവാധീനം നന്നായിട്ടുണ്ട്. ഈ ഭഗവതി സേവയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ദൈവാധീനം ഭയങ്കരമായിട്ടുണ്ടാവും. രാവിലെ ഒരു ഗണപതി ഹോമം, വൈകിട്ട് ഒരു ഭഗവതി സേവ, ഭദ്രകാളിക്ക് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഭാഗ്യസ്വത്ത് പുഷ്പാഞ്ജലി, ഭാഗ്യം എപ്പോഴും ആവശ്യമാണല്ലോ. ഭാഗ്യസ്വത്ത് പുഷ്പാഞ്ജലിയോ കടുംബായുസോ ചെയ്യാം. പക്ക നാളിന് ചെയ്യുക. നിങ്ങളെ ജന്മനക്ഷത്രം മാസത്തിൽ വരുന്ന ദിവസം ഒരുപാട് ആപത്തുകൾ മാറി നിൽക്കും. പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്ന പല കാര്യം ദൈവാധീനത്തിന് കുറവുകൊണ്ട് തന്നെയാണ്. എവിടെ തട്ടിപ്പുണ്ടോ അവിടെ പോയി അങ്ങോട്ട് പോയി ചാടുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിലേറ്റവും മിടുക്കരായിട്ടുള്ളവർ, തട്ടിപ്പ് ചാടാൻ ഏറ്റവും കൂടുതൽ മിടുക്കരായിട്ടുള്ളവർ കാർത്തിക, മൂലം, പൂരം, രേവതി, തിരുവാതിര, അത്തം ഇവരൊക്കെയാണ് മുന്നിൽ നിൽക്കുന്നത്. അങ്ങോട്ട് ഓടിപ്പോയി ചാടും. ഈ വിശാഖം നാളുകാരെ ഒന്നും പെട്ടെന്ന് അങ്ങനെ ആർക്കും അത്ര പെട്ടെന്ന് അവരെ കളിപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒരാൾ തുനിഞ്ഞിറങ്ങിയാൽ പറ്റും. അങ്ങനെ പറ്റാഴികയൊന്നുമില്ല. അവരെ മനസ്സിലാക്കിയാൽ പറ്റും. പക്ഷെ എന്നാൽ മറ്റുള്ള നക്ഷത്രക്കാരെ കൂടുതൽ അത്ര പെട്ടെന്ന് പറ്റിക്കാൻ പറ്റാത്ത നക്ഷത്രമാണ് വിശാഖവും അനിഴവും ഒക്കെ. വിശാഖവും അനിഴവും അതുപോലെ തൃക്കേട്ടെ, അതുപോലെ അവർക്ക് എപ്പോഴും ഏത് കാര്യത്തിലും അവരാരും പൂർണ്ണമായിട്ട് വിശ്വസിക്കത്തില്ല. അതുകൊണ്ട് അവരെ പെട്ടെന്ന് അങ്ങനെ പറ്റിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ മകയിരം നാളുകാരെയും അവരെ കൂടുതലായിട്ട് വിശ്വാസം നേടിയെടുത്താൽ അവരെ പലപ്പോഴും പറ്റിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം കാർത്തിക, പൂരം, രേവതി, മൂലം, തിരുവാതിര, അത്തം ഈ നക്ഷത്രക്കാര്. പിന്നെ പൂരം നക്ഷത്രക്കാരും തട്ടിപ്പ് പോയി ചാടാതെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പൂയംകാരെ എളുപ്പം. അതുകൊണ്ട് റിലേഷൻസ് ശ്രദ്ധിക്കണമെന്ന് കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെ കണ്ടെന്ന് എനിക്കറിയത്തില്ല. ഓരോന്നിലൊക്കെ പോയി ചാടി കഴിയുമ്പോൾ കിടന്ന് അയ്യോ ഞങ്ങളെ അങ്ങനെ ആപത്തിൽ പെട്ടുപോയി എന്ന് പറയാൻ എല്ലാവർക്കും ഇഷ്ടം. നല്ല കാര്യം പറയുമ്പോൾ കാണത്തില്ല. പൂയെന്ന ആളുകാരും റിലേഷൻസിലൊക്കെ ശ്രദ്ധിക്കണം. തട്ടിപ്പിലൊന്നും പോയി ചാടാതെ ശ്രദ്ധിക്കണം. ഇങ്ങനെ ചില നക്ഷത്രക്കാരുണ്ട്. എന്നാൽ ചില നക്ഷത്രക്കാർ ഒരു തട്ടിപ്പിലും ചാടത്തുമില്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ വിശാഖമായിക്കോട്ടെ, അനിഴമായിക്കോട്ടെ, കാർത്തിക ആയിക്കോട്ടെ, അവർ കാർത്തിക നാളുകാരും ചിലപ്പം നല്ല മൂലം, പൂരം, രേവതി, കാർത്തിക അതും ശ്രദ്ധിക്കേണ്ട നക്ഷത്രം തന്നെയാണ്. പക്ഷെ വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം ഈ നക്ഷത്രക്കാരൊന്നും അങ്ങനെ പെട്ടെന്ന് ആരുടെയും പിടി കൊടുക്കാത്ത നക്ഷത്രക്കാരാണ്. വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം ഈ നാളുകാർ. പിന്നെ പൂരാടൻ നാളുകാരെ അങ്ങനെ പെട്ടെന്ന് പിടി കൊടുക്കാത്തവരാ. പക്ഷേ പൂരാടൻ നാളുകാരെ പറ്റിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇപ്പം ഇവർക്ക് സ്വത്തും വീടും ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പം ഇവരുടെ മക്കളും ആരെങ്കിലും അങ്ങ് കണ്ടമാനം സ്നേഹിക്കുമെന്ന് പറഞ്ഞാൽ, ഇപ്പം അച്ഛനും അമ്മയും ആയിക്കോട്ടെ, പൂരാടമുള്ള ഇപ്പം അച്ഛനാന്ന് വിചാരിച്ചു, അല്ലെ അമ്മയായിക്കോട്ടെ, മക്കളെന്നാ എടുക്കും, കടയിൽ പോകുമ്പോൾ ഓടി വന്ന് ഇപ്പം അമ്മ ഒരു ബാഗായിട്ട് വന്ന് അതുകൊണ്ട് ഓടി അമ്മ ഞാൻ എടുക്കാമെന്ന് എടുത്തുകൊണ്ട് പോകും. ഇങ്ങനെ കണ്ടമാനം സ്നേഹിക്കുന്നതായിട്ട് അഭിനയിക്കും. എന്നിട്ട് കണ്ടമാനം സ്നേഹിച്ച് കഴിയുമ്പോൾ പറയും, അമ്മ എനിക്ക് ഈ സ്ഥലം വീട് എഴുതി തരാം, ഒരു ലോൺ എടുക്കാൻ. ഇത് കഴിയുമ്പോൾ ഞാൻ അങ്ങ് എഴുതി തരുവാന്നേ. പിന്നെ കിട്ടിയെന്ന് പറയാം. എന്നുവെച്ചാൽ എല്ലാവരും അങ്ങനെ ആണെന്നല്ല, ചിലയിടത്തെങ്കിലും ആ ഒരു രീതി കാണുന്നുണ്ട്. ഈ പൂരാട നക്ഷത്രക്കാർക്ക് ഉള്ള സ്വത്ത് നഷ്ടപ്പെടും. പക്ഷെ നോക്കുന്ന മക്കളും ഉണ്ട് കേട്ടോ, സത്യസന്ധരായവരും ഉണ്ട്. എല്ലാവരും മോശമൊന്നുമല്ല. പക്ഷെ ഇവരെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ ഈ സാമ്പത്തിക ക്രയവിക്രയങ്ങളെ, സ്വത്ത് സംബന്ധമായ കാര്യങ്ങളെ ജെനുവിനായിട്ട് ചെയ്യാൻ ശ്രമിക്കണം. ഇന്നത്തെ കാലത്ത് അതിനൊന്നും ഇപ്പം മക്കൾ സ്വത്തുകൾ എഴുതിയെടുത്താൽ പോലും അത് നിയമത്തിൻ്റെ വഴിയെ പോയാൽ തിരിച്ചു കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ കാലത്തുണ്ട്, നിയമങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഈ ടി വിക്കകത്തും പിന്നെ പത്രത്തിനകത്തും ഒക്കെ വായിക്കാറുണ്ട്. ഇപ്പം മക്കൾക്ക് സ്വത്ത് എഴുതി കൊടുത്താൽ പോലും അത് വക്കീലന്മാരെ കണ്ടു കഴിഞ്ഞാൽ അത് അവരെ നോക്കുന്നില്ലെങ്കിൽ തിരിച്ച് അത് കിട്ടാനൊക്കെ നിയമങ്ങളൊക്കെ ഉണ്ടാകും. കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷെ എങ്കിലും ഇതൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ. പിന്നെ നല്ല മക്കളുണ്ട്, എഴുതി കൊടുത്താൽ നോക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ എഴുതി കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇതൊക്കെ ഒരുപാട് ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ കണ്ട പാഠങ്ങളാണ്. അല്ല ചുമ്മാ ഞാനിപ്പോൾ ഒരു വീഡിയോയ്ക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്ന ആളല്ല. ഞാൻ ആളുകളെ കൺസൾട്ട് ചെയ്ത് 10,000-കണക്കിന് ആളുകളെ കൈരേഖയും ഗ്രഹനിലയും സംഖ്യാദോഷം പരിശോധിച്ച് അവരുടെ അനുഭവങ്ങൾ കണ്ടിട്ട് പറയുന്ന കാര്യമല്ല. അത് ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഒരു വീഡിയോ പറയുന്ന കാര്യമല്ല. ഇത് അനുഭവങ്ങളിൽ നിന്ന് പറയുന്ന കാര്യമാണ്.
അതിന് വിലയുണ്ട്, അതിന് ജീവിതത്തിൽ മാറ്റാൻ പറ്റും. കാരണം അത് അനുഭവങ്ങളിൽ നിന്ന് കിട്ടുന്ന കാര്യമാണ്. അല്ലാതെ ചുമ്മാ അവിടെ ഇവിടെ ഉള്ള കാര്യം എഴുതിയെടുത്ത് വീഡിയോയ്ക്ക് വേണ്ടി ഇടുന്ന ഒരു ആളല്ല. അനുഭവങ്ങളിൽ നിന്ന് പറയുന്ന അത് ജീവിതത്തിൽ ഗുണം ചെയ്യും. ഇപ്പം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നർപ്പവേ നർപ്പവേ നർപ്പവേ. എല്ലാവർക്കും മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഭഗവാനെ ഭഗവാനെ ശിവശിവ പരമേശ്വര പരമേശ്വരി എല്ലാവർക്കും ഉണ്ടാകട്ടെ. അകത്തീശന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓം ശിവായ നമ എന്ന വശിമ മവയന ശിയ നമ വശിമയന. ഓം ആ നമ്മുടെ മൂലാധാരത്തിൽ നിന്നുള്ള ആ ഒരു ശിവബോധം മുകളിലേക്ക് വെച്ചാൽ നിങ്ങൾ അങ്ങനെ സങ്കല്പിക്കുമെന്ന് വേണ്ട. ഞാൻ പറഞ്ഞോളൂ, ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു ബോധം മുകളിലേക്ക് ഉയരും. നിങ്ങളിപ്പോൾ ഇങ്ങനെ ഉയർന്നായിട്ട് വിചാരിക്കൊന്നും വേണ്ട. ഓം ശിവായ നമ എന്ന വശിമ മവയന ശിയ നമ വശിമയന. ഓ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നർപ്പവേ നർപ്പവേ നർപ്പവേ.